ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അതെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഗെയിം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, കമന്റ് ബോക്സിൽ നമുക്ക് ഇത്രയും കമന്റ് ഇട്ടിട്ടുള്ളത് SK ശ്രീജു എന്ന് പറഞ്ഞ ചേച്ചിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഒരു 10 കമന്റ് നമുക്ക് ഇട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോ ചെയ്യാൻ എന്തായാലും വീഡിയോ ചെയ്യാനുള്ളതുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളൊന്നും കൂടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കുവാണ്. ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം, എന്നിട്ട് അതിന്റെ ആൻസർ. ക്യൂആനെ പോലെ ഒന്നുമില്ല, ഇതൊരു ഗെയിം എന്ന് വെച്ചാൽ അത്ര ഇതായിട്ടൊന്നുമില്ല. ഞങ്ങളെ കുറിച്ച് അത്ര ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു ഗെയിം പോലെയൊക്കെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം. നിങ്ങൾ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? കണ്ടുമുട്ടിയില്ലെങ്കിൽ ചോട്ട് എന്താ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിത്തം അതൊക്കെ മുന്നോട്ട് പോയി, ചിലപ്പം പുറത്ത് പോവായിരുന്നു, ചിലപ്പം പുറത്ത് പോകത്തില്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ആയി ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോവായിരുന്നു. നീ അറിയില്ല, നമ്മള് കണ്ടുമുട്ടിയില്ല, നമ്മള് കല്യാണം കഴിച്ചില്ല, അങ്ങനൊന്നും ഇല്ലായിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ ജോലിയും ചെയ്തിങ്ങനെ നടക്കുമായിരിക്കും. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി എന്തെങ്കിലും ജോലിയും ചെയ്തിങ്ങനെ കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ചിങ്ങനെ നടക്കുമായിരിക്കും. ജോലി, കൂട്ടുകാര്, അങ്ങനെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ ആദ്യത്തെ ധാരണ എന്തായിരുന്നു? അത് ഇപ്പോഴത്തെ ധാരണയിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ്? വലിയ ധാരണ ഒന്നും എനിക്ക് അന്ന് കണ്ടപ്പോ തന്നെ ഇതെന്തായാലും ഓക്കെ ആവുന്നൊരു ഇതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സെറ്റ് ആവുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴും ആ ധാരണ അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ അന്ന് എങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. നമ്മളൊരു ധാരണ കാണത്തില്ല, ഇങ്ങനെ ആയിരിക്കും കല്യാണം, ആഫ്റ്റർ മാരേജിൽ ഇങ്ങനെ ആയിരിക്കും എന്ന്. പക്ഷെ അതിനൊരു കുഴപ്പമില്ല, അതുപോലെയൊക്കെ തന്നെ. അപ്പൊ ഞാൻ ചിന്തിച്ച പോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. എന്റെ ധാരണ ഉള്ള കാര്യത്തിലുള്ളത് എനിക്ക് അങ്ങനെയൊക്കെ തന്നെ. ബിഫോർ ആലോചിച്ചത് അതുപോലെയൊക്കെ തന്നെ, ആഫ്റ്റർ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ധാരണ. ആദ്യത്തെ ധാരണ തന്നെയാണ് ഇപ്പോഴത്തെ ധാരണ. അല്ല, ഇപ്പോഴത്തെ ധാരണയല്ല, ആദ്യത്തെ ധാരണ പോലെയാണ് ഇപ്പൊ ജീവിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറിനെ കൂടുതൽ അടുത്തറിയുമ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണ്? അടുത്തറിഞ്ഞപ്പം എന്താ തോന്നി? നല്ല വിയർപ്പുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറിനെ കൂടുതൽ അടുത്തറിയുമ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണ്? അടുത്തറിഞ്ഞപ്പോ ആദ്യം ഭയങ്കര സ്നേഹമായിട്ട് അങ്ങനെ സ്നേഹിച്ചിരുന്ന സമയത്ത്, പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും സ്നേഹം അങ്ങനെ കൊണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ നല്ല തല്ലുകൂടും, വഴക്കുണ്ടാക്കും, അതൊക്കെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ഉണ്ട്. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് രണ്ട് തല്ലുകൂടാനുള്ള ടൈം ഇല്ലായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പൊ നമ്മള് ഇപ്പം അതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. നമ്മള് പോലെയല്ല ഇപ്പൊ. അപ്പം കറക്റ്റ് എന്ന് വെച്ചാ നമുക്ക് അറിയത്തില്ലല്ലോ, കല്യാണം കഴിച്ചു വന്നപ്പോഴാണ് ഈ വാശി പിടുത്തം, ഈ അടിയൊക്കെ അറിഞ്ഞ അത്ഭുതപ്പെട്ടു. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. അതാണ് അത്ഭുതപ്പെടുത്തിയത്. അല്ല, അപ്പൊ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര സ്നേഹവും കാര്യങ്ങളായിരുന്നു. പക്ഷെ കല്യാണം കഴിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. ആ വഴക്കും വാശിപ്പെടുത്തും, അതാണ് നമുക്കിടയിൽ നല്ല ചേഞ്ചസ് ഉണ്ട്. പിന്നെ അപ്പൊ ബിഫോർ പോലല്ല, ആഫ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ബന്ധത്തിലെ ഒരു ദിവസം വീണ്ടും ജീവിക്കാനുള്ള അവസരം ലഭിച്ചാൽ ഏത് ദിവസമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? ഞാനാണെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് അല്ല, നമ്മൾ രണ്ടുപേരും തിരഞ്ഞെടുക്കുന്നത്. അങ്ങനാണെങ്കിൽ ഏത് ചൂസ് ചെയ്യും? നമ്മള് വാഗമണ് പോയതാണ് തിരഞ്ഞെടുക്കുന്നത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വാഗമണ് പോയത് ഞങ്ങൾ രണ്ടിനും മാത്രമുള്ള ഒരു ലോങ് ഡ്രൈവ് അല്ലേ. നമ്മൾ ആദ്യമായിട്ട് വാഗമണ് പോയി, അടിപൊളിയായിരുന്നു. അപ്പൊ ആ ദിവസം നമ്മൾ തിരഞ്ഞെടുക്കും ഒന്നുകൂടെ ജീവിക്കാൻ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളിൽ കൂടുതൽ വാശിക്കാരി ആരാണ്?
അത് നമ്മള് കഴിഞ്ഞ ദിവസത്തിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെയാണ്. വഴക്കിന് ശേഷം ആദ്യം ക്ഷമ ചോദിക്കുന്നത് സാധാരണയായി ആരാണ്? ചോട്ടുമാണ്. നമ്മള് കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. അടുത്തത്, ഒരു ദമ്പതികളായി നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും രസകരമായ തെറ്റിദ്ധാരണ എന്താണ്? തെറ്റിദ്ധാരണ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ? രസകരമായിട്ടും ഉണ്ടായിട്ടില്ല, അല്ലാതെ ഉണ്ടായിട്ടില്ല. തെറ്റിദ്ധാരണ ഒന്നുമില്ല. ഇപ്പോ നെക്സ്റ്റ് വായിക്കല്ലേ. ഒരു ദിവസത്തേക്ക് പരസ്പരം ജീവിതം മാറ്റി ജീവിക്കാൻ കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? ഒരു ദിവസം ഒരു ദിവസത്തേക്ക് പരസ്പരം ജീവിതം മാറ്റി ജീവിക്കാൻ കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? പരസ്പരം ജീവിതം മാറ്റി ജീവിക്കാനോ? ഈ ജീവിതം മാറ്റിയിട്ട് ഒരു ദിവസത്തേക്കും നമ്മള് ഫ്രീ ആയിട്ട് നിൽക്കും. അങ്ങനാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ഫുള്ള് എന്ത് ഫോറിനിലൊക്കെ പോയി അതിനെ അടിച്ചു പൊളിക്കുന്ന എന്തെങ്കിലും ആലോചിക്കും. ഞാൻ പഴയതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് അടിച്ചു പൊളിക്കും. ഒരു ദിവസം കിട്ടി നമ്മൾ പുറം രാജ്യം പഴയതുപോലെ നമ്മളെല്ലാം ഗ്യാങ്ങിന്റെ കൂടെ ഒന്ന് ഞാനാണെങ്കിൽ ഫോറിലൊക്കെ പോയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് എല്ലാം കണ്ട് ഒരു ദിവസം മാറ്റി അല്ല, ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് എല്ലാം കണ്ട് അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ സബ്സ്ക്രൈബർമാർ നിങ്ങളെ കുറിച്ച് എപ്പോഴും കരുതുന്ന പക്ഷെ യഥാർത്ഥത്തിൽ ശരിയല്ലാത്ത ഒരു കാര്യം എന്താണ്? അതെന്ന് പറഞ്ഞ എല്ലാരും ചിലപ്പോ എല്ലാരും വിചാരിക്കും ഇവരെന്തോ എപ്പോഴും ഇങ്ങനെ എപ്പോഴും സ്നേഹത്തില് മാത്രമേ സ്നേഹം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു, എപ്പോഴും സ്നേഹം സ്നേഹം എപ്പോഴും ഒരു സ്നേഹത്തിലാണല്ലോ, അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാം. പക്ഷെ എന്നാലും അങ്ങനെ നല്ല കേസ്. അടിയുണ്ട്, വഴക്കുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാരും റീലിന്റെ പുറകിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് ശേഷമാണ് റീൽ എടുക്കുന്നത്. റീലല്ല റിയൽ ലൈഫ് എന്ന് പറയുന്ന പോലെ നമുക്കിടയിൽ ഉണ്ട് കേസ്, വഴക്കും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. എന്നാലും നമ്മുടെ സ്നേഹത്തിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതൊരു തെറ്റിദ്ധാരണ ആയിരിക്കും. കാരണം ഇപ്പോഴും നമ്മൾ സ്നേഹത്തിലായിരിക്കുന്നു, അങ്ങനെ ആരും വിചാരിക്കേണ്ട. എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫിലും അങ്ങനെയൊക്കെ തന്നെ വഴക്ക് എല്ലാം ഉണ്ട്. ഒരു ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് കേസ്. അപ്പൊ അതേ അവന് ഒരു തെറ്റിദ്ധാരണയായിട്ട് തോന്നുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പരസ്പരം ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഹൃദയസ്പർശമായ സമ്മാനം അല്ലെങ്കിൽ സ്നേഹപ്രകടനം എന്താണ്? എനിക്കെന്ന് പറയുന്നത് എനിക്കെന്ന് പറയുന്നത് നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ചോട്ടു എനിക്കൊരു മോതിരം കയ്യിലിട്ടായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശമായ സമ്മാനവും, അല്ലാതെ ഓർക്കാനുള്ള ആ ഒരു ഇതും എല്ലാം അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ആ സംഭവം. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലൊന്നുമില്ല, മിസ്സായി. എനിക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് ആണ്. ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ല, കേക്ക് കട്ട് ചെയ്തത്. ഞാൻ സർപ്രൈസ് കൊടുത്തത്. ഞാൻ വിചാരിച്ചില്ല, ഞാനിവിടെ ഇല്ലായിരുന്നു സംഭവം. അന്ന് ഞാൻ അറിഞ്ഞതും ഇല്ല അത് കാരണം. അപ്പം ഞാൻ ചെയ്യുന്നു പ്രതീക്ഷിച്ചു ഇല്ല. പിന്നെ അന്നാണ് ശരിക്കും സർപ്രൈസ് കാരണം അറിഞ്ഞില്ല. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിചാരിച്ചതുമില്ല. നിങ്ങളുടെ ബന്ധം ഒരു സിനിമയായിരുന്നെങ്കിൽ അതിന്റെ പേരെന്തായിരിക്കുന്നില്ല? നല്ല ക്വസ്റ്റ്യൻ. ഒരു സിനിമയ്ക്കുള്ള കഥയൊക്കെ ഉണ്ട്. നമ്മുടെ ലവ് സ്റ്റോറി കേട്ടാ അറിയാം. നല്ലൊരു സിനിമയ്ക്കുള്ള വിഷമവും ത്രില്ലിങ്ങും അടിയും വെടിയും ഫണ്ണും എല്ലാം ഉണ്ട്. സ്നേഹിച്ച് തുടങ്ങിയപ്പോഴേ ബ്ലോക്കിങ്ങും അതിനിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സിനിമയ്ക്ക് എടുക്കാനുള്ള കഥകളൊക്കെ ഉണ്ട്. സ്നേഹം പൊട്ടിമുളയ്ക്കുമ്പോഴേ അത് വെട്ടി നശിപ്പിക്കുന്ന ഒരു ഇതും സാക്രിഫൈസും എല്ലാം ഉണ്ട്. ഒരു സിനിമയാക്കുവാണെങ്കിൽ നമ്മുടെ ഈ പടത്തിന്റെ പേര് ഒരു സിനിമയാക്കുവാണെങ്കിൽ നമ്മുടെ സിനിമയുടെ പേര് എൻഡ്ലെസ് ലവ്. അതാണ് നമ്മൾ സിനിമയ്ക്ക് ഇടാൻ പോകുന്ന പേര്. സിനിമ നോക്കത്തില്ല. പക്ഷെ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊള്ളായിരുന്നു. ഈ ചേച്ചി വിട്ടായിരുന്നു. ചേച്ചിയാന്ന് തോന്നുന്നു
നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ നമ്മുടെ നമ്മുടെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ പിന്നെയും കൊള്ളാം. അപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നല്ല നല്ല മറുപടികൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത എന്ത് വീഡിയോ വേണം എന്നുള്ളത് കമന്റ് ചെയ്യുക എല്ലാരും. അപ്പോൾ എല്ലാ വീഡിയോയിലും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കണം. ഓക്കെ. പിന്നെ പറയാനുള്ള എന്തുവാ, പിന്നെ ഇത്രയൊക്കെയുള്ളായിരുന്നു വീഡിയോ. മറ്റേ പാർട്ട് 2 ആയിട്ട് നമ്മൾ വന്നതാണ്. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഓക്കെ, ബൈ ബൈ.